ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നമ്മുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കുക. ഇന്ന് ചെയ്യാൻ പോകുന്നത് ലെറ്റ്സ് സീ, ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താ വരുന്നത് നോക്കാം. ഓക്കെ, ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നടക്കുന്ന കാര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്താ വരുന്നത്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം നോക്കാം. കാർഡ്സ് എന്താ പറയുന്നത്? ഓക്കെ, 2 of Cups, നൈസ്. ഓക്കെ, High Priestess and okay. ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇതൊരു പാർട്ട്ണർഷിപ്പിനെ കുറിച്ചായിരിക്കാം, റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കാം, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ ഒരു കാര്യത്തിനെ കുറിച്ച്. എനിക്ക് ഇപ്പം നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തു, നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് തരുന്നു, ആ രീതിക്കാവാം, സ്നേഹം പങ്കുവെക്കുന്ന രീതിക്കാവാം. 2 of Cups ആണ്, സോ ഡെഫിനറ്റ്ലി സോൾമേറ്റ് എനർജിയാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, പാർട്ട്ണർഷിപ്സിൻ്റെ കാര്യമായിരിക്കാം, ബിസിനസ് ഒക്കെ ആണെങ്കിൽ പാർട്ട്ണർഷിപ്സ് എന്ന് വിളിക്കാം നമുക്ക്. സോ ഇവിടെ അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ എനിക്ക് കാണുന്നത്. അഗൈൻ നിങ്ങളുടെ ലൈഫിലുള്ള ഒരു സിറ്റുവേഷനുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക, ഏതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മാച്ച് ആവുന്നത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന വേറൊരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാണുന്നത്. അതിപ്പോൾ നിങ്ങൾ വേറെ ആരോടെങ്കിലും ഉള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, മറഞ്ഞിരിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് ക്ലിയർ അല്ല അതിനെ പറ്റിയിട്ട്. ചില കാര്യങ്ങൾ അവിടെ ഹിഡൺ ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, ആൻഡ് ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ആ വ്യക്തി മറക്കുന്നുണ്ട്. അതിപ്പോൾ എന്ത് കാര്യമായാലും ശരി. ഓക്കെ, നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ആവാം, ഈവൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവാം, ജോലിയിൽ നിങ്ങളുടെ ആരെങ്കിലും നല്ലൊരു ഫ്രണ്ട് ആവാം, വട്ടെവർ ആരും ആവാം, ഈവൻ ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ, സോറി, ഫാമിലി മെമ്പേഴ്സും ആവാം. കാരണം നമ്മൾ സോൾമേറ്റ് എന്ന് വിളിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ വീട്ടിൽ ഈവൻ ഫാമിലി, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ് എല്ലാം ആരും ആവാം കേട്ടോ. ഓക്കെ, നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് എന്തോ ആവാം. സോ സംതിങ് എവിടെയോ നിങ്ങൾക്കൊരു മറഞ്ഞിരിക്കുന്നുണ്ട്. ഐ തിങ്ക് ഇന്നലത്തെ എനർജിയുമായിട്ട് വളരെ കണക്റ്റഡ് തന്നെയാണ്. ഇന്നലെ എനിക്ക് ഇത് തന്നെയാണ് പിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് സംവെയർ അത് വേറെയും സിറ്റുവേഷൻ ആവാം എന്ന് എനിക്ക് തോന്നിയിരുന്നു. ബട്ട് ഇവിടെ കുറച്ചുകൂടി ഇന്ന് സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പേഴ്സണിനെ കുറിച്ച്, നിങ്ങളുടെ ലൈഫിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ചാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ആവാം. ഇവിടെ ചില കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ചിലത് മറയ്ക്കപ്പെടുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ഹിഡൻ ആണ്, ചില കാര്യങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്, നിങ്ങളൊന്ന് കെയർഫുൾ ആവേണ്ടതുണ്ട്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ഒരു ചീറ്റിംഗ് എന്ന എനർജി വിളിക്കാം, അല്ലെങ്കിൽ ഒരു ഈവൻ കളവ് എന്ന രീതിയിൽ എടുക്കാം. സോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങളറിയാതെ എന്തോ നടക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളറിയാതെ, നിങ്ങളെ അറിയിക്കാതെ അല്ലെങ്കിൽ അറിയാതെ ചില കാര്യങ്ങൾ പിന്നിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഹിഡൻ ആണ്, സീക്രട്സ് ആണ് പറയുന്നത്. ഓക്കെ, സീക്രട്ടീവ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ സിറ്റുവേഷൻ ചിലപ്പോൾ അവരെന്തെങ്കിലും നിങ്ങളിൽ നിന്ന് മറക്കുന്നതായിരിക്കാം, സീക്രട്ടീവ് ആയിരിക്കാം, അവർ നിങ്ങളിൽ നിന്ന് എന്തോ പറയുന്നില്ല എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, സോ മെയിൻ എനർജി അതാണ് വരുന്നത്. നിങ്ങളൊന്ന് കെയർഫുൾ ആവേണ്ടതുണ്ട്. ഇവിടെ ഒരു യൂണിവേഴ്സിൻ്റെ എന്നൊരു വാർണിംഗ് ആയിട്ട് നമുക്ക് എടുക്കാം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്ന രീതിയിൽ തന്നെയാണ്. ഓക്കെ, സോ ബി വെരി വെരി കെയർഫുൾ. ഒരു വാർണിംഗ് ആണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങൾ പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മാരേജ് പ്രപ്പോസൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ നല്ലൊരു ഫ്രണ്ടിൻ്റെ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യമായാലും ഇവിടെ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. ഐ തിങ്ക് എന്തുകൊണ്ടോ ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്നലത്തെ ഒരു എനർജി ഞാൻ കണക്ട് ചെയ്ത് പറയുകയാണ്. ഇന്നലെ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നിങ്ങളതിനെ അംഗീകരിക്കാതെ ഒരു നമ്മൾ അവോയ്ഡ് ചെയ്യാമെന്ന് പറയില്ലേ, ആ രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിങ്ങളിൽ നിന്ന് മറച്ച് പലതും ചെയ്യുന്നുണ്ട്, പലതും നടക്കുന്നുണ്ട്, നിങ്ങളുടെ പിന്നിൽ പലതും നടക്കുന്ന ചില സീക്രട്സ് ഉണ്ട്. സോ ബി വെരി 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 കെയർഫുൾ. എന്തെങ്കിലും പേപ്പർ വർക്ക് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സൈൻ ചെയ്യുക, ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും കോൺട്രാക്ട് ചെയ്യുക, എന്തെങ്കിലും പാർട്ട്ണർഷിപ്പ് നിങ്ങൾ എൻ്റർ ചെയ്യുക, ഈവൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഒന്നും വളരെ കെയർഫുൾ ആവേണ്ട സമയമാണ്. ഓക്കെ, സോ ഇവിടെ ഇതെന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആൻഡ് ശരിക്കും അഡ്വൈസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ക്വീൻ ഓഫ് പെനിക്കിൾസ് ആൻഡ് എംപ്രസ് ആണ്. ഐ തിങ്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങളിത് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഓക്കെ, അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി വരും എന്ന രീതിക്കായിരിക്കും ഇവിടെ നിങ്ങളോട് പറയുന്ന ഒരു അഡ്വൈസ് ആയിട്ട് നിങ്ങളോട് പറയുന്നത്. കോൺസെൻട്രേറ്റ് ഓൺ യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ കെയർഫുൾ ആവുക. ഇത് ഐ തിങ്ക് ഇന്നലെ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഇന്നലെയും
അല്ല റിലേഷൻഷിപ്പിലാണ് വന്നത്. ഓക്കെ പോട്ടെ. സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഫൈനാൻസസിനെ സൂക്ഷിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, ഫൈനാൻഷ്യലി നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കുന്ന സമയമാണ്. ഇതിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നില്ലേ, നിങ്ങളുടെ പണം വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. ആർക്ക് കൊടുക്കുന്നു, എന്ത് കൊടുക്കുന്നു, വളരെ കെയർഫുൾ ആവുക. അതുപോലെ ഈവൻ നിങ്ങളുടെ കയ്യിലുള്ള ഫൈനാൻസിനെ നിങ്ങൾ സേഫ് ആക്കി എടുത്ത് വെക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങളിപ്പോൾ ഒന്നിലും ചേരാതിരിക്കുക, ഒന്നിലും കയറാതിരിക്കുക. ഓക്കെ, ഒന്നിലും പോയിട്ട് നിങ്ങൾ തലവെച്ച് കൊടുക്കരുത്. ഓക്കെ, സമയം വളരെ ഒരു റിസ്കി ആയിട്ടുള്ള സമയമാണ്. ബി വെരി കെയർഫുൾ. നിങ്ങൾ ആരെയാണ് ട്രസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വളരെയധികം കെയർഫുൾ ആവേണ്ട സമയമാണ്. ഇതിവിടെ എംപ്രസ് ഉണ്ട്. സോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കൂ, നിങ്ങളുടെ അബണ്ടൻസിനെ കുറിച്ച് ചിന്തിക്കൂ. ലേഡീസ് എന്നല്ല പറയുന്നത്, ജെൻസ് ആയാലും ഓക്കെ. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കൂ. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫൈനാൻസ്, നിങ്ങളുടെ ഫാമിലി, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ കെയർഫുൾ ആക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ മറ്റു കാര്യം വേറെ ആരുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് ഒന്നും ഇപ്പോൾ പോകേണ്ട സമയമല്ല. ഇതൊരു ശരിക്കും സോൾമേറ്റ് കാർഡ് നമുക്ക് നല്ലതാണ്. ബട്ട് ഇവിടെ കൂടെ വന്ന കാർഡ്സ് നെഗറ്റീവാണ്. അതുകൊണ്ട് അതൊരു നെഗറ്റീവ് എനർജിയാണ് ഇവിടെ വരുന്നത്. വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. എനിക്ക് അത് എത്ര തവണ പറഞ്ഞിട്ടും എനിക്ക് മതിയാവുന്നില്ല. ദാറ്റ് മീൻസ് യൂണിവേഴ്സിനെ കൊണ്ടത് വാർണിംഗ് പറയിപ്പിക്കുന്ന പോലെയാണ്. ആങ്സൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ദാറ്റ് നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം എന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. വളരെ 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 പ്ലീസ് ഓക്കെ, ശ്രദ്ധിക്കാം. നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ അവനവനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കൂ. കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കൂ. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ കൂടി പഠിക്കൂ. നിങ്ങൾക്ക് നല്ല രീതിക്ക് മുന്നോട്ട് ലൈഫ് പോയിക്കോളും. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ നന്നായിട്ട് നടക്കും. പക്ഷേ അതിന് ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളൊന്ന് മാറേണ്ടതുണ്ട്. ഓക്കെ, ബി വെരി കെയർഫുൾ. അഗെയിൻ എൻ്റെ അത് എത്ര തവണ പറഞ്ഞിട്ടും എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. സോറി. ഓക്കെ, എന്തെങ്കിലും 1-2 കാർഡിന് അഡ്വൈസ്. ഏസ് ഓഫ് വാൻഡ്സ്. ഓക്കെ, ചില കാര്യങ്ങൾ ഇവിടെ മറിഞ്ഞിരിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ എൻഡ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളോട് പറയുന്ന എന്തിൽ മൂവ് ഓൺ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തനിയെ ബിൽഡ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളോട് ഒരു ന്യൂ സ്റ്റാർട്ട് നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ലൈഫ് നന്നാവും. നിങ്ങൾക്ക് നല്ല ഗ്രോത്തും കാര്യങ്ങളും എല്ലാം വരും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നിങ്ങൾക്ക് ഗ്രോത്ത് വരും. പക്ഷേ ഇവിടെ ഈ മറിഞ്ഞിരിക്കുന്ന കാര്യം ഇപ്പോഴും ഉണ്ട്, ഹിഡൻ ആയിട്ടുള്ളതുണ്ട്. സോ ബി വെരി ഐ ഡോണ്ട് നോ. എന്തായാലും നിങ്ങളോട് പറയുന്നത് മൂവ് ഓൺ ചെയ്യാനാണ്. നിങ്ങളുടെ ലൈഫ് നോക്കി നിങ്ങൾ മൂവ് ഓൺ. ഇനി പാസ്റ്റിൽ എന്തെങ്കിലും നടന്ന കാര്യമാണെങ്കിൽ ഓൾറെഡി ചിലപ്പോൾ സംഭവിച്ച കാര്യമാണ്, നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു, എല്ലാം ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഇനി ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ മൂവ് ഓൺ. ഓക്കെ, എനിക്കതേ പറയാനുള്ളൂ ഇവിടെ. അഗൈൻ ആൻഡ് അഗൈൻ എനിക്കൊരു ആ വാർണിംഗ് വീണ്ടും റിപ്പീറ്റേഷൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അഡ്വൈസ് കൂടെ എടുത്തേക്കാം. ഞാൻ ഫെയറീസാണ് എടുത്ത് വെച്ചത്, ഏഞ്ചൽസിനെയാണ് എടുത്തത്. ഇതെൻ്റെ ഒരു കുറേ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച ഡെക്കിൽ പെട്ടതാണ്. ഇത് ഉപയോഗിക്കാറില്ല അധികം, എന്നാലും എടുത്തൊന്ന് ഫെയറീസ് ഏഞ്ചൽസ് ആണ്. നമുക്ക് നോക്കാം ഏഞ്ചൽസ് എന്താ നിങ്ങളോട് പറയുന്ന വാർണിംഗ് എന്താ തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്. ഓക്കെ, ഇതൊക്കെ ഒരു കാര്യം ഞാൻ പറയാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്കറിയാം വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. കാരണം ഇവിടെ ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജി കണ്ടിരുന്നു ഞാൻ. ഓക്കെ, നിങ്ങൾ ചിലത് അവസാനിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്, വേദനിക്കുന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. ബട്ട് നിങ്ങളോട് പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കാതെ ചിലത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി അത് വിട്ട് കളയേണ്ടതായിരിക്കാം. ഓക്കെ, സോ കൂടുതൽ ചിന്തിക്കേണ്ട അതിനെ പറ്റിയിട്ട്. എനിവേ, അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ എളുപ്പമല്ല, എനിക്കറിയാം. ഇറ്റ്സ് ഓക്കെ, എല്ലാം ശരിയാവും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. മ്യൂസിക് ഇത് വായിക്കാനുണ്ട്, ഞാൻ എടുത്ത് വെച്ച ശേഷം വായിക്കാം. ഏസ് വൺസ് ന്യൂ ബിഗിനിങ്. വെരി നൈസ്. ഐ എം ഹാപ്പി. വെരി വെരി ഹാപ്പി. ഓക്കെ, ഇൻസ്പിറേഷൻ. ഓക്കെ, ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. വിസ്ഡം. ഹോപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും റെയിൻബോക്ക് ഉണ്ട്. ഹോപ്പ് ഇസ് ഓൾവേസ് ദെയർ ഈവൻ ഇഫ് വി കാൺട്ട് സീ ഇറ്റ്. ഒപ്റ്റിമിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ക്യാൻ ഹെൽപ്പ് ചേഞ്ച് എ നെഗറ്റീവ് സിറ്റുവേഷൻ ഇൻ ടു എ പോസിറ്റീവ് വൺ. നിങ്ങളോട് പറയുന്നത് ഹോപ്പ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ ഹോപ്പ് കൈവിടരുത്. ഒരിക്കലും എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫ് ഫുള്ള് പോയി എന്ന രീതിക്ക് ചിന്തിക്കരുത്. നിങ്ങളോട് പറയുന്നത് ഹോപ്പ് ഉണ്ട്, നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്, നല്ല നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ ഉണ്ട്. വിസ്ഡം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഹാവ് യു എവർ ബീൻ ടോൾഡ് ദാറ്റ് യുവർ വൈസ് ബിയോണ്ട്? ഐ തിങ്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഹൈ പ്രൈസസ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ ഞാനത് പറയാൻ വിട്ടുപോയി. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ട് ഇവിടെ എന്തോ ശരിയല്ല, ഇവിടെ എന്തോ തെറ്റുണ്ട്, ഇവിടെ ആരോ എന്തോ ചെയ്യുന്നു, whatever എന്ത് തന്നെ ആയാലും. ഓക്കെ, അപ്പം നിങ്ങൾ വളരെ വയസ്സാണ്. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ട്. സോ നമ്മൾ ചിലവർ പറയില്ലേ ദാറ്റ് നിങ്ങൾക്ക് പ്രായത്തിനേക്കാൾ കൂടുതൽ അറിവ് എവിടെയോ നിങ്ങൾക്കൊരു നോളജ് ഉണ്ട് എന്ന രീതിക്ക് ചിലവർ പറയില്ലേ, അങ്ങനെ ആണ് നിങ്ങൾ. നൗ ഇറ്റ്സ് ടൈം ടു കോൾ അപ്പോൺ യുവർ ഇന്നർ ഫെയറി വിസ്ഡം ടു ഹെൽപ്പ് യു വിത്ത് എ ചാലഞ്ച്. യെസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ആ പ്രശ്നം എന്ത് തന്നെയായാലും അതിന് സൊല്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ട്. ചില കാര്യങ്ങൾ അത് ട്രസ്റ്റ് ചെയ്യൂ, വിശ്വസിക്കൂ. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയുന്ന തെറ്റല്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുന്നത് തെറ്റല്ല. ഓക്കെ, ഡോണ്ട് വറി.
ആൻഡ് മ്യൂസിക് പറയുന്നുണ്ട്, ലിസൺ കെയർഫുള്ളി ഫോർ ദെയർ മേ ബി എ മെസ്സേജ് ഇൻ ദ മ്യൂസിക് ടു യു ഹിയർ. മ്യൂസിക് ക്യാൻ ലിഫ്റ്റ് യുവർ സോൾ, റീകിൻഡൽ മെമ്മറീസ് ആൻഡ് ചാം ഫെയറീസ് ടു യു. ഓക്കെ, എന്തായാലും നിങ്ങളോട് പറയുന്ന മ്യൂസിക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ അതിലൊരു മെസ്സേജ് ഉണ്ടാവും, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൂഡ് ഒന്ന് മാറ്റിയെടുക്കാനും ഒക്കെ മ്യൂസിക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫെയറീസിനെ വിളിക്കാൻ ഹെൽപ്പാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുക, കൂടുതൽ ഫെയറീസുമായിട്ടും ഏഞ്ചൽസായിട്ടും ദൈവമായിട്ടും ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ന്യൂ ബിഗിനിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏസ് ഓഫ് വൺസിൻ്റെ അതേ കാർഡാണ്. ഓക്കെ, സോ ഇറ്റ്സ് സെയിം മീനിങ്. ഫെയറി ഗോഡ് മദർ ഹെറാൾഡ്സ് ദ ജോയസ് ന്യൂസ് ഓഫ് എ ന്യൂ ബേബി ഓർ ദ ബർത്ത് ഓഫ് എ ചെറിഷ്ഡ് ഐഡിയ. പ്രൊട്ടക്ട് ആൻഡ് ന്യൂച്ചർ യുവർ ഐഡിയാസ് ആസ് യു വുഡ് എ ബേബി. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് ഇവിടെ ഒരു പ്രഗ്നൻസിയുടെ കാര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആക്ച്വലി എംപ്രസ് നമ്മൾ ഒരു പ്രഗ്നൻസി എന്നൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. എന്തെങ്കിലും ഗ്രോത്തിൻ്റെ കാര്യമാണ് പറയുക, അബണ്ടൻസിൻ്റെ കാര്യമാണ് പറയുക, സോ കരിയറിൽ ഗ്രോത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത്, ഫൈനാൻഷ്യൽ ഗ്രോത്ത് എല്ലാം വരും. ഓക്കെ, സോ ഇവിടെ ന്യൂ ബിഗിനിങ് അഗൈൻ നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, മേ ബി നിങ്ങളായിട്ടൊരു ബിസിനസ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ നിങ്ങൾ കരിയറിൽ എന്തെങ്കിലും മുന്നോട്ട്, എല്ലാം അങ്ങനെ എല്ലാം വരും കേട്ടോ. സോ ഇവിടെ അഗൈൻ ഇതിലും പറയുന്നത് ഒരു ബേബിയെക്കുറിച്ച് സ്പെഷ്യലി പറയുന്നുണ്ട്. സോ മേ ബി ആർക്കെങ്കിലും പ്രഗ്നൻസിയുടെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് വരുന്നുണ്ട്. അതിൻ്റെ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലൈക്ക് എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ന്യൂ ബിഗിനിങ്, അതായത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളായിട്ട് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് അതിനെ, അപ്പം അവർ പറയുന്ന, യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനെ ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുന്ന പോലെ അതിനെ ന്യൂച്ചർ ചെയ്ത്, ആക്ച്വലി ഒരു അമ്മയെ പോലെ, ഒരു ലൈക്ക് ഒരു പാരൻറ്റിനെ പോലെ നിങ്ങളൊരു നമ്മൾ കുഞ്ഞ് അല്ലെങ്കിൽ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു ഐഡിയ എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ഒരു നമ്മൾ പറയില്ലേ ഒരു ജനനം എന്നെടുക്കുമ്പോൾ അതിനെ പല രീതിയിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാം അല്ലേ. എന്തെങ്കിലും ഒന്ന് ഒരു ഐഡിയ ജനിക്കുക, ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, അങ്ങനെ പലതും വരാം. സോ ഇവിടെ നിങ്ങളോട് പറയുന്ന ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പാസ്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചു, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചു, ചീറ്റ് ചെയ്തു, വട്ടെവർ, എല്ലാത്തിനും അപ്പുറം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നല്ലത് എടുത്തു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളതൊന്നും മനസ്സിലാക്കിയിട്ട്, പക്ഷെ എന്താ, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സ്റ്റെപ്പാണ് ഇവിടെ വേണ്ടത്, നിങ്ങളാണത് മനസ്സിലാക്കി മാറേണ്ടത്. ഓക്കെ, ആൻഡ് ഇവിടെ ഇൻസ്പിറേഷൻ, ബി പ്രിപ്പയർഡ് ആസ് യു വിൽ സൂൺ റിസീവ് എ വിസിറ്റ് ഫ്രം ദ ഫെയറി ഓഫ് ഇൻസ്പിറേഷൻ കം ഡസ്ക് ഓർ ഡോൺ ഷീ ക്യാൻ കോൾ ഇറ്റ് എനി ടൈം. ഓക്കെ, ഇൻസ്പിറേഷൻ വരുന്നുണ്ട് എന്ന് പറയും, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻ കിട്ടും പെട്ടെന്ന്. ഓക്കെ, ഞാൻ ഇങ്ങനെ ചെയ്യാം, ഓക്കെ ഇങ്ങനെ മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ട്രൈ ചെയ്യട്ടെ എന്ന രീതിക്ക് നമ്മളൊരു ഐഡിയ വരില്ലേ, അങ്ങനെ ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് ഹെൽപ്പ് ചെയ്യുന്ന ഏഞ്ചൽസ് ആണെന്നാണ് പറയുന്നത്. സോ യെസ്, ഏഞ്ചൽസ് നിങ്ങളെ ചുറ്റുമുണ്ട്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചീറ്റിങ്ങോ കാര്യങ്ങളോ നിങ്ങളെ മറിച്ച് എന്തെങ്കിലും നടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവം ഉണ്ടാവും. ഓക്കെ, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അത് അവരുടെ കർമ്മയാണ്. ഓക്കെ, അത് അവർക്ക്, നമ്മളതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് വെറുതെ നിങ്ങളുടെ സമയം കളയണ്ട. ഓക്കെ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ മുന്നോട്ട് പോവാം. ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാ നെഗറ്റീവിൻ്റെ ഇടയിലും എപ്പോഴും പോസിറ്റീവ് ഉണ്ടാവും എന്നുള്ള മനസ്സിലാക്കുന്നുണ്ട് ഞാനും. അത് തന്നെയാണ് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. സോ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാം, എല്ലാം നല്ല തന്നെ വരട്ടെ. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്, ഏഞ്ചൽസ് കൂടെ ഉണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.